ഹലോ ഫ്രണ്ട്സ്, ഇന്നുണ്ടല്ലോ ഞാനൊരു റവ മസാല ഉപ്മാവാണ് ആക്കാൻ പോകുന്നത്. നോർമലി ഉപ്മാവ് ആർക്കും അത്ര വലിയ ഇഷ്ടപ്പെടാത്തൊരു സാധനമാണ്. പക്ഷേ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപ്മാവ് നല്ലോണം ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്മാവും കൂടിയാണ്. അതിന് ഞാൻ 2 ഗ്ലാസ് റവ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു പാന് ഹീറ്റ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പം അതിലേക്ക് ഞാൻ ഒരു അണിയൻ ചെറിയ പീസസ് ആക്കിയിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ടൊമാറ്റോയും കൂടി ഞാൻ ചെറിയ പീസസ് ആക്കി മുറിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലോണം സോട്ട് ചെയ്തെടുക്കുക. സോട്ടായി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ചെറിയ പീസസ് ആക്കിയ ക്യാരറ്റും പിന്നെ ഗ്രീൻ പീസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസാണ്. ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ആയാൽ നല്ലോണം വേവും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീൻസ് ചേർത്ത് കൊടുക്കാം. നല്ലോണം സോട്ടായി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്മാവിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ല കളർഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ 1 ഗ്ലാസ് റവക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള മെഷർമെൻറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പം നല്ല നോർമൽ വാട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം 4 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലോണം ബോയിലാവാൻ കാത്തു വയ്ക്കാം. നല്ലോണം ബോയിലായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച റവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലി ഇലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടി ചേർത്തതിൻ്റെ ശേഷം നമുക്ക് ഇത് കവർ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 to 7 മിനിറ്റ്സ് നമുക്ക് കുക്കാവാൻ വെക്കാം. അപ്പം നല്ല കുക്കായി വന്നതിൻ്റെ ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ചാലാണ് ഫ്രണ്ട്സ് അതിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും. നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഉപ്മാവാണ്.